പത്തനംതിട്ട MP ആന്റോ ആന്റണിയെ മണ്ഡലത്തിൽ കാണാനേ കിട്ടുന്നില്ലെന്ന് LDFും NDAയും ദീർഘനാളായി വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ ആന്റോ ആന്റണി MP എത്തിയിരുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. 25 വർഷത്തിനപ്പുറം കേരളത്തിന്റെ ആവശ്യം എന്താണെന്ന് കണ്ടാണ് സംസ്ഥാന സർക്കാർ ആരോഗ്യമേഖലയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് മന്ത്രി വീണ ജോർജ് ചടങ്ങിൽ വ്യക്തമാക്കി. സർക്കാരിന്റെ ആരോഗ്യമേഖലയിലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ്, ഒരു 25 വർഷത്തിനപ്പുറത്തെ കേരളം എങ്ങനെയായിരിക്കണം, ആ രീതിയിലുള്ള ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും നിർമ്മാണങ്ങളും ആവശ്യമാണെന്നുള്ളത് കണ്ടാണ്. ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞപ്പോൾ വിമർശനവുമായി ആന്റോ ആന്റണി MP രംഗത്തെത്തി. പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് ഉദ്ഘാടനം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നതെന്നായിരുന്നു ആന്റോ ആന്റണി MPയുടെ വിമർശനം. ഇവിടെ തുടക്കം കുറിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ഇവിടെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റാണ്. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായ PM ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ 23,75,00,000 ഉറുപ്പികയാണ് ഇവിടെ അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ 100% ഫണ്ട് കേന്ദ്ര ഗവൺമെന്റാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ അടിച്ച നോട്ടീസിൽ സംസ്ഥാന ഗവൺമെന്റ് ഫണ്ടെന്നാണ് വെച്ചിരിക്കുന്നത്. അതല്ല, കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടാണ്. പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് ശേഷം ആരോഗ്യവകുപ്പിനെ പ്രകീർത്തിച്ച് കളക്ടർ A. ഷിബു കളക്ടറുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ കുറിപ്പിട്ടു. ആരോഗ്യവകുപ്പ് മന്ത്രി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ആരോഗ്യവകുപ്പ് ഡയറക്ടർ എന്നിവരുടെ എല്ലാം പേര് എടുത്തു പറഞ്ഞായിരുന്നു കളക്ടറുടെ കുറിപ്പ്. പക്ഷേ ആന്റോ ആന്റണി MPയുടെ പേര് മാത്രം കുറിപ്പിലില്ല. ഇതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എതിർ കമന്റുകളുമായി രംഗത്തെത്തി. സംഗതി പന്തികേടാകുമെന്ന് കണ്ടപ്പോൾ കളക്ടർ തന്റെ കുറിപ്പ് തിരുത്തി. ആന്റോ ആന്റണി MPയുടെ പേര് കുറിപ്പിൽ കൂട്ടിച്ചേർത്തു. ബഹുമാനപ്പെട്ട MP ആന്റോ ആന്റണി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു. ഇതാണ് കൂട്ടിച്ചേർത്തത്. സംഗതി ശുഭം. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.